റഹീസ, ബിനോയ് വിശ്വം പക്ഷേ കൃത്യമായി തന്നെ പറയുന്നു PM ഒന്നല്ല ഈ കാര്യത്തിൽ ഈ RSSന്റെ രാഷ്ട്രീയമാണ് പറയുന്നത്. മാത്രവുമല്ല ഇതിൽ ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ ഞാനാണല്ല, MA ബേബിയും MV ഗോവിന്ദനും ഒക്കെ പഠിപ്പിച്ചോളൂ എന്ന മട്ടിൽ കൂടിയാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത്. വിനീത, പുറമേ വളരെ ലൈറ്റായ ഒരു മറുപടിയാണ് ബിനോയ് വിശ്വം നൽകിയതെന്ന് തോന്നുമെങ്കിൽ പോലും നിശിതമായ വിമർശനം തന്നെയാണ് വി ശിവൻകുട്ടിക്ക് അദ്ദേഹം നൽകിയത്. കാരണം നേരത്തെ വിനീത പറഞ്ഞതുപോലെ തന്നെ SSKയും NEPയും ഒന്നാണ് എന്ന തരത്തിൽ എല്ലാ കാലത്തും പ്രചാരണം നടത്തിയിട്ടുള്ളത് സംഘപരിവാറുകളാണ്. ആ പ്രചരണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഏറ്റെടുത്തു എന്നത് തന്നെയാണ് പറയാതെ ബിനോയ് വിശ്വം പറഞ്ഞത്. അത് രണ്ടും രണ്ടാണ് എന്ന നിലപാട് ഇടതുപക്ഷത്തിന് തുടക്കം മുതലുണ്ട്. അതുകൊണ്ട് NEPയിൽ ഒപ്പിടാത്തത് കൊണ്ട് SSK ഫണ്ട് കിട്ടുന്നില്ല എന്ന് വന്നാൽ അതിൻ്റെ കുറ്റക്കാർ ഇതിനെതിരെ നിലപാടെടുത്ത CPI അല്ല, ആ ഫണ്ട് കിട്ടേണ്ടത് മറ്റൊരു കാര്യമാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇടത് രാഷ്ട്രീയ നിലപാട് CPIMനെ മറ്റാരും പഠിപ്പിക്കേണ്ടതില്ല, അത് ഈ പാർട്ടിക്ക് അറിയാം എന്നായിരുന്നു വി ശിവൻകുട്ടി പറഞ്ഞത്. അതിൽ അദ്ദേഹം പറഞ്ഞത് അക്കാര്യത്തിൽ കൂടുതൽ പഠിപ്പിക്കേണ്ട ഒരാവശ്യവും തനിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ CPIMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയോ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ ശിവൻകുട്ടിയെ പഠിപ്പിക്കട്ടെ എന്ന മറുപടി അദ്ദേഹം നൽകുകയും ചെയ്തു. ഇത് LDFന്റെ വിജയം ആണ് എന്ന് അവകാശപ്പെട്ടതിനെയും ശിവൻകുട്ടി എതിർത്തിരുന്നു. പക്ഷേ ഇത് ആരുടെയെങ്കിലും വിജയമാണെങ്കിൽ അത് LDFന്റെ വിജയമാണ് എന്ന നിലപാട് ഉറപ്പിച്ചു പറയുകയും ചെയ്തു ബിനോയ് വിശ്വം. പോകാം നോബിൾ. പക്ഷേ മുഖ്യമന്ത്രി അത്ര രസത്തിലല്ല പ്രതികരിച്ചത്. പത്രപ്രവർത്തനമായിട്ട് എത്ര കാലമായി നോബിൾ? വിനിത, പത്രപ്രവർത്തനമായിട്ട് കുറേ നാളായി. പക്ഷെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ CPMഉം CPIയും തമ്മിൽ ഈ വിഷയത്തിൽ ഇപ്പോഴും അകൽച്ചകൾ ഉണ്ട്. അത് മാത്രമല്ല, ശിവൻകുട്ടിയും ബിനോയ് വിശ്വം ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ പിണറായി വിജയനോട് മുഖ്യമന്ത്രിയോട് നമ്മൾ ചോദിച്ചത് ഈ PMC വിഷയം ഇതിൽ ചർച്ചയായിട്ടുണ്ടോ, PBയിൽ ചർച്ചയായിട്ടുണ്ടോ എന്ന. പക്ഷേ അദ്ദേഹം അതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. മറിച്ച് മാധ്യമപ്രവർത്തകരായിട്ട് എത്ര കാലമായി എന്നൊരു ചോദ്യമാണ് മുഖ്യമന്ത്രി തിരിച്ചു ചോദിച്ചത്. എന്താണെങ്കിലും മുഖ്യമന്ത്രിക്ക് ഈ ചോദ്യത്തോട് പ്രതികരിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് തന്നെ വ്യക്തമാണ്. കൃത്യമായി ഇതൊരു വിവാദമായി നിർത്തേണ്ട സാഹചര്യമില്ല എന്ന് CPM കണക്കുകൂടുന്നു. കാരണം രാവിലെ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ദില്ലിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് നമ്മൾ ഈ ശിവൻകുട്ടിയുടെ പ്രതികരണവും ഒപ്പം ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തെക്കുറിച്ചൊക്കെ ചോദിച്ചതാണ്. ആ ഘട്ടത്തിൽ MV ഗോവിന്ദനും പാർട്ടി സെക്രട്ടറിയും ഈ വിഷയം തള്ളിക്കൊണ്ട് ഇത് പ്രതികരിക്കാൻ തയ്യാറാകാതെയാണ് പോയത്. എന്താണെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ പശ്ചാത്തലത്തിൽ മുന്നണിക്കകത്ത് ഒരു ഉരുണ്ടുകൂടിയ ഒരു പ്രശ്നം, അത് കൂടുതൽ ചർച്ച ചെയ്ത് വഷളാക്കേണ്ടതില്ല എന്നാണ് CPM നിലപാട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി എന്താണെങ്കിലും ആ വിഷയത്തിൽ പ്രതികരിക്കാതെ മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന മറുചോദ്യം ചോദിച്ചുകൊണ്ട് അതിനുശേഷം അവിടുന്ന് പോവുകയും ചെയ്തു. എന്താണെങ്കിലും ഈ വിഷയം സജീവമായി തന്നെ ചർച്ചയിലേക്ക് നിർത്താൻ, മാധ്യമങ്ങളിലേക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ CPM ആഗ്രഹിക്കുന്നില്ല. കാരണം അത് മുന്നണിയുടെ പ്രവർത്തനങ്ങളടക്കം ബാധിക്കുമെന്ന് കൃത്യമായി തന്നെ ധാരണയുണ്ട്. അത് മാത്രമല്ല, പൊതുസമൂഹത്തിലും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു ധാരണ, പ്രത്യേകിച്ച് PMC ഒപ്പിട്ടത് മറ്റൊരു തരത്തിൽ ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് എതിരാണെന്ന് നിലപാട് ഉണ്ട് എന്നൊരു വിലയിരുത്തൽ CPMന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിലൂടെ പശ്ചാത്തലത്തിലാണ് ഈ MOU അടക്കം റദ്ദാക്കാനുള്ള നടപടി ആ ഘട്ടത്തിൽ സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്ത് അതിൽ CPI നിലപാട് തികച്ചും വ്യത്യസ്തമാവുകയും ചെയ്തു. എന്താണെങ്കിലും ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. വിനീത, ദില്ലിയിൽ. ശരി, വി ശിവൻകുട്ടിയും ബിനോയ് വിശ്വവും കൊമ്പ് കോർക്കുമ്പോൾ മുഖ്യമന്ത്രി അതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പത്രപ്രവർത്തനം ഇന്നലെ തുടങ്ങിയതാണെങ്കിലും ഇന്ന് തുടങ്ങിയതാണെങ്കിലും ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും സർ.